ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അറിവ് ശാരീരിക ബോധത്തിൽ എങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നുള്ളതാണെങ്കിൽ ശരീരത്തിന് പ്ലഷർ കിട്ടുന്ന രീതിയിലുള്ള ജീവിതമായിരിക്കും ആ വ്യക്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, മദ്യപിക്കുന്നു, അത് സിഗരറ്റ് വലിക്കുന്നു. സിഗരറ്റ് വലിക്കുമ്പോഴത്തേക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് ശരീരം പോകുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിനകത്ത് ഏർപ്പെടുന്നു. അപ്പോൾ ശരീരത്തിന് ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട്. സോ ഇങ്ങനെ ശാരീരിക ബോധത്തിൽ ഒരു ലൈഫിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ് ഇന്ന് മെജോറിറ്റി ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു വിഭാഗം ആൾക്കാർക്ക് അതിൽ നിന്ന് മാറി ഒരു മൈൻഡ് കോൺഷ്യസിലേക്ക് വരും. മൈൻഡ് കോൺഷ്യസിലേക്ക് വരുന്ന അത്തരത്തിൽ അറിവ് കിട്ടുന്ന ആൾക്കാർ അവരുടെ എൻഗേജ്മെന്റ് കൂടുതലും മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാകും. യാത്രകൾ പോകുക, അല്ലെങ്കിൽ സിനിമ കാണുക, മ്യൂസിക് കേൾക്കുക, സോ തുടങ്ങി ചെറുതും വലുതുമായ ഒത്തിരി മാനസിക ഉല്ലാസങ്ങൾ കിട്ടുന്ന കാര്യത്തിലായിരിക്കും അവർ കൂടുതൽ കോൺസെൻട്രേഷൻ ചെലുത്തുക. സോ അവരുടെ ലൈഫിനെ അത്തരത്തിൽ എങ്ങനെ ആസ്വദിക്കാമെന്ന് അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി മൂന്നാമതൊരു കാറ്റഗറി, വളരെ വിരളമായ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ആത്മാവിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. സോ ആത്മാവിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക ബോധത്തിൽ നിന്നുകൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഉല്ലാസങ്ങളെക്കാൾ മാനസിക ബോധത്തിൽ നിന്നുകൊണ്ട് അതിനകത്തുണ്ടാകുന്ന ഉല്ലാസത്തെക്കാൾ മേൽത്തരമാണ് ആത്മലോകത്തിനകത്തുള്ള ഉല്ലാസം. സോ ശരീരബോധത്തിൽ മാത്രം ജീവിക്കുന്നവർക്ക് മാനസിക ഉല്ലാസം എന്താണെന്നുള്ളതിനെ കുറിച്ച് വലിയ പിടിപാട് കിട്ടത്തില്ല. അതുപോലെ ശാരീരിക ബോധത്തിലും മാനസിക ബോധത്തിലും മാത്രം ജീവിച്ച് അതിൽ ഉന്മാദം കണ്ടെത്തുന്നവർക്ക് ആത്മീക ലോകത്തിലെ ഉന്മാദം എന്താണ്, ഉല്ലാസം എന്താണെന്ന് മനസ്സിലാകത്തില്ല. സോ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിത ആസ്വാദനം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിലാണ്, യഥാർത്ഥ സ്പിരിച്വാലിറ്റി. സോ ശാരീരിക ബോധം മാത്രമുണ്ട്, അതിനകത്ത് ആനന്ദം കണ്ടെത്തുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ അറിവ് അത്രയേ ഉള്ളൂ, അവരുടെ ചിന്താഗതി അത്രയേ ഉള്ളൂ, അവരുടെ ലക്ഷ്യബോധം അത്രയേ ഉള്ളൂ. സോ അതുകൊണ്ട് അവരതിനകത്ത് നിൽക്കുന്നു, അവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. സോ മാനസിക ഉല്ലാസത്തിനകത്ത് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട്, അവർക്ക് കിട്ടിയിരിക്കുന്ന അറിവ് അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അവർക്ക് അറിയത്തില്ല. സോ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സോ ഇന്നത്തുള്ള ചില യങ്സ്റ്റേഴ്സ് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ കാഴ്ചപ്പാട് അത്രയേ ഉള്ളൂ, അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർ പരിമിതമായ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന വ്യക്തികളാണ്.